എടേ നിങ്ങളെല്ലാവരും ബാഹുബലി ഇറങ്ങിയതിന് ശേഷം ബാഹുബലി ദി എപ്പിക്ക് ഇറങ്ങിയില്ലായിരുന്നോ? ആ എപ്പിക്ക് ഇറങ്ങിയതിന് ശേഷം അവസാനം കുറച്ച് ട്രെയിലർ കാണിച്ചായിരുന്നു. അതായത് രാജമൗലി അടുത്തതായിട്ട് ഇറക്കാൻ പോകുന്ന ഒരു സിനിമ, അതായത് ആനിമേഷൻ സിനിമയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ട്രെയിലർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ചെറിയൊരു ട്രെയിലർ ഇറക്കി വിട്ടായിരുന്നു. ട്രെയിലർ എന്നുള്ള രീതിയിലല്ല, ട്രെയിലറാന്ന് തോന്നുന്നു, ട്രെയിലറോ ടീസറോ എങ്ങാണ്ടാണ് ഇറക്കി വിട്ടായിരുന്നു. അതിനെപ്പറ്റി അങ്ങനെ അധികം ആരും ചർച്ച ചെയ്തും കേട്ടില്ല. പക്ഷേ ആർക്കൊക്കെ ഓർമ്മയുണ്ട് എന്നെനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ നിലവിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമകളിൽ ഒന്നാണത്. അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ആനിമേഷൻ പടങ്ങളും അല്ലെങ്കിൽ കാർട്ടൂണോ ആനിമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ആനിമേഷൻ പടങ്ങൾ ഒരുപാട് കാണുന്ന കൂട്ടത്തിൽ, അതായത് അനിമീസ് കൂടുതൽ കാണും. കുറേ അനിമീസ് കാണും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഇപ്പം നിലവിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് വൺ പീസ് ആണ്. ഇപ്പം നിലവിൽ ഓൺഗോയിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു ലോഡുണ്ട്, അതവിടെ കിടക്കട്ടെ. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ എന്തുമാത്രം ആനിമേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും എന്ന്. അപ്പം ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഒരിക്കലും അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ ബാഹുബലിയുടെ ഇപ്പം ബാഹുബലി 4 ആണെന്ന് തോന്നുന്നു ഇനി ഇറങ്ങാൻ പോകുന്നത്. 4 എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വേറെ ഫ്രാഞ്ചൈസ് കണക്കാന്ന് തോന്നുന്നു. അപ്പം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ തന്നെ ഇത്രയും ആനിമേഷൻ ക്വാളിറ്റിയിലൊരു സിനിമ വരും എന്നുള്ള കാര്യത്തിനെ പറ്റി എന്നുവെച്ചാൽ ഒരു പ്രതീക്ഷയും, അല്ലെങ്കിൽ അങ്ങനെ ഇനി എന്നിറങ്ങാനാ കാരണം നമ്മൾ ഇത്രയും കിടില ആനിമേഷൻസ് ഓൾറെഡി ജാപ്പനീസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് അമേരിക്കക്കാരുടെ കുറേ ആനിമേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പം അതൊക്കെ കണ്ടതിന് ശേഷം ഇനി ഇന്ത്യയിലൊക്കെ ഇത്രയും കിടില ആനിമേഷൻ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ഫൈറ്റ് സീക്വൻസ് ആയിക്കോട്ടെ, നമ്മളിപ്പം വേറെ പല അനിമീസിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇനി എന്നിറങ്ങാനാ എന്നൊക്കെ. ഇപ്പം ഞാനെന്നല്ല, ഇതൊക്കെ കാണുന്ന പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഈ സാധനം കാണുന്നത്. അതായത് ബാഹുബലി ഈ ഒരു പുതിയൊരു സംഭവത്തിൻ്റെ ഇത് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകളിപ്പോയി. കാരണം വേറൊന്നുമല്ല, കിടിലം ആനിമേഷൻ, അടിപൊളി ആനിമേഷൻ. അതിൻ്റെ രംഗങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത്രയും കിടിലം ആനിമേഷൻസാണ് ആ ഒരു ചെറിയൊരു ടീസറാണെന്ന് തോന്നുന്നു ടീസറിനകത്തുള്ളത്. എന്തായാലും രാജമൗലി ശരിക്കും പണിയെടുത്തിട്ട് തന്നെയാണത്. നല്ല പണി അറിയാവുന്നവന്മാരൊക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അതിൽ മനസ്സിലായി. ആരൊക്കെയാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഞാൻ നോക്കിയതുമില്ല. പക്ഷെ പണി അറിയാവുന്നവർ അതിൻ്റെ അത് പണി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. നിലവിൽ ഞാനിപ്പം, അതായത് നമുക്കിനിയിപ്പം വരും വർഷങ്ങളിൽ ഇറങ്ങാനിരിക്കുന്ന ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന സിനിമകളിലൊന്നാണ് ആ ബാഹുബലിയുടെ അതായത് അടുത്തതായിട്ട് ഇറങ്ങാൻ പോകുന്ന ആ ഒരു പാർട്ടായിരിക്കും നിലവിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ടീസർ എത്ര പേര് ഫുള്ള് കണ്ടെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ആ ബാഹുബലി എപ്പിക്ക് ഇറങ്ങിയില്ലായിരുന്നു, അതായത് ഫസ്റ്റും സെക്കൻഡും കൂടെ ഫുള്ള് ഒരുമിച്ചാക്കി ഒരു പാർട്ട് ഇറങ്ങിയില്ലായിരുന്നു. അതിൻ്റെ കൂടെയോ അതിൻ്റെ അവസാനമോ എങ്ങാണ്ടാണ് കാണിച്ചത്. പക്ഷേ അത് കാണിക്കുന്ന ആ ഒരു ടീസർ മസ്റ്റായിട്ട് എല്ലാവരും വാച്ച് ചെയ്യണം കേട്ടോ. കാരണം അത്രയും ഒരൊറ്റ ടീസറിനകത്ത്, അതായത് ആ ഒറ്റ ടീസറിനകത്ത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ. അത് ആനിമേഷൻ മാത്രമല്ല, ആ ടീസർ തുടങ്ങുന്ന ഒരു 2-3 സെക്കൻഡത്തേക്ക് ആ ഒരു സിനിമയുടെ കുറച്ച് രംഗങ്ങൾ കാണിച്ചിട്ട് ആ രംഗത്തിലൂടെയാണ് ഈ ആനിമേഷനിലോട്ട് കയറുന്നത്. അപ്പം ആ ഒരു ഭാഗങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഭയങ്കര രസമാണ് കാണാൻ. അപ്പം അതാണ്. അപ്പം നിലവിൽ ആ ഒരു സിനിമ ഇനി എന്നിറങ്ങും എന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പം എത്രയും പെട്ടെന്ന് വേഗം ഇറങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ്. കാരണം ഞാൻ ഒരുപാട് വെയിറ്റിംഗ് ആണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ആ ട്രെയിലർ കണക്കുള്ള ആനിമേഷൻ ആണെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ടീച്ചറിൽ കണ്ട കണക്കാണെങ്കിൽ. ടീച്ചർ കാണാത്തവരെടുത്ത് വെച്ച് എന്തായാലും ഒന്ന് കാരണം യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പം അത്രേ ഉള്ളടേ. ഇപ്പം ഇതിനെപ്പറ്റി പറയാനായിട്ടാണ് മെയിനായിട്ട് വന്നത്. കാരണം ഇതിനെപ്പറ്റി അങ്ങനെ ആരും സംസാരിച്ച് ഞാൻ കേൾക്കുന്നില്ല. അതായത് ഈ ടീച്ചർ പുള്ളി അത്രയും കഷ്ടപ്പെട്ട് എന്തായാലും ഇറക്കിയത്, പക്ഷേ അതിനെപ്പറ്റിയുള്ള അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ മാത്രമേ അതിനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കാനായിട്ടാണ് മെയിനായിട്ട് വീഡിയോ ഇട്ടത്. എന്തായാലും ടീച്ചർ കാണാത്തവർ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം എന്തായാലും പറ. ശരി, എന്നാൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും ഇനി ദിവസവും വരാം. ഓക്കെ, ബൈ.